ഇവിടെ 16/01/2021 നടന്ന SSC GD 2022 എക്സാമിലെ ഷിഫ്റ്റ് 2 ആണ് ചെയ്യാൻ പോകുന്നത്. മാത്സിലെ എല്ലാ പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. ബോട്ട് മാസ് ഉപയോഗിച്ച് വേണം ചെയ്യാൻ. ബോട്ട് മാസ് യൂസ് ചെയ്യുമ്പോൾ ആദ്യം ബ്രാക്കറ്റാണ്. ബ്രാക്കറ്റിനകത്ത് ഇതാദ്യം സോൾവ് ചെയ്യാം. ഇവിടെ 5/2 എന്ന് പറയുന്നത് 5 × 2 ആണ്. 18 - 5 × 2 10 വരും. അടുത്ത 6/4 ചെയ്യാം. 6/4 എന്ന് പറഞ്ഞാൽ 6 × 4 ആണ്. 6 4 24 വരും. 24 × 2 അങ്ങനെയല്ല 36/24. അതുപോലെ ഇവിടെ 5/2 ആണ്. അപ്പോൾ അവിടെ 10 വരും. അതായത് 50/10 വരും. പ്ലസ് പിന്നെ ഇങ്ങനത്തെ 75 മൈനസ് അങ്ങനെ തന്നെ ഇട്ടോളാം. അപ്പോൾ നമ്മൾ ബ്രാക്കറ്റിനകത്തോടെ എല്ലാം ചെയ്തു. 18 - 10 ചെയ്യുമ്പോൾ എത്ര? 8 വരും. ഇനി അടുത്ത ഡിയുടെ ഡിവൈഡ് ചെയ്യാം. അതായത് ഇതും വെട്ടിപ്പോയി. 2 24 വെട്ടിപ്പോയപ്പോൾ 12 36 വെട്ടിപ്പോയപ്പോൾ 3. ഇനി അടുത്ത മൾട്ടിപ്ലൈ ചെയ്യാം. എഴുപത്തി 5 5 പോയാൽ എത്രയാണ്? 70 24 എത്രയാണ്? 94 കിട്ടും. ഓപ്ഷൻ 4 ആണ് കറക്റ്റ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. നമ്മളോട് ഇപ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് A and B can complete a work in 26 days. A alone can complete in 52 days. If B works 50% efficiency, then in how many days A and B will complete the work എന്ന് ചോദിച്ചേക്കും. അപ്പം A+B can do a piece of work in എത്ര? 26 ഡേയ്സ്. അതേ വർക്ക് A alone can do എത്ര ദിവസം കൊണ്ട്? 52 ദിവസം കൊണ്ട്. ഇവിടെ LC എന്ന് പറഞ്ഞാൽ എത്ര വരും? 52 തന്നെ LC വരും. അപ്പോൾ എയുടെ എഫിഷ്യൻസി 1, A+Bയുടെ എഫിഷ്യൻസി 2 വരും. അപ്പം A+Bയുടെ എഫിഷ്യൻസി 2 ആണ്. എയുടെ എഫിഷ്യൻസി 1 ആണെങ്കിൽ ബിയുടെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എത്ര? 1 തന്നെ വരും. എഫിഷ്യൻസി ഓഫ് ബി എന്ന് പറയുന്നത് 1 തന്നെ വരും. ഇനി അടുത്ത് നമുക്ക് കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത് ഈ ബി വർക്ക്സ് അറ്റ് 50% എഫിഷ്യൻസി എന്നാണ് പറയുന്നത്. അപ്പോൾ ബിയുടെ എഫിഷ്യൻസി ഇപ്പം 1 ഉള്ളൂ. ഇനി അയാൾ 1/2 എഫിഷ്യൻസിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം 1/2 എഫിഷ്യൻസിയിൽ ബി വർക്ക് ചെയ്യുക. അതേ സമയത്ത് എ എത്ര എഫിഷ്യൻസിയിലാണ് വർക്ക് ചെയ്യുന്നത്? എ അയാളുടെ എഫിഷ്യൻസി തന്നെ വർക്ക് ചെയ്യുന്നത്. അപ്പം എത്ര? 1.5 എഫിഷ്യൻസിയാണ് ഇവർക്ക് മൊത്തം വരുന്നത്. ഈ 1.5 എഫിഷ്യൻസിയിൽ 52 വർക്ക് കംപ്ലീറ്റ് ചെയ്യണം. അപ്പം ടോട്ടൽ വർക്ക് എത്രയാണ്? 52 വരും. ഡിവൈഡഡ് ബൈ 1 and 1/2 എന്ന് പറഞ്ഞാൽ ഞാൻ 3/2 എന്ന് എഴുതുക. അപ്പം 3/2 വരും. 3/2 എന്ന് പറഞ്ഞാൽ 2/1 ആവും. അപ്പോൾ ഇത് റെസിപ്രോക്കലായിട്ട് തിരിഞ്ഞ് കയറി വരും. അപ്പം ഇൻറ്റു 2/1 ആവും. ഇവിടെ ചെയ്യുമ്പോൾ എത്രയാണ്? 52ൻ്റെ ഇരട്ടി എടുക്കുമ്പോൾ 104/3 വരും. ഇതാണ് കറക്റ്റ് ആൻസർ. 104/3 ദിവസം കൊണ്ട് ഇവർ ജോലി കംപ്ലീറ്റ് ചെയ്യും. ഓപ്ഷൻ ഫസ്റ്റാണ് കറക്റ്റ് ആൻസർ. നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇവിടെ ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? എ തീഫ് ഈസ് നോട്ടീസ്ഡ് ബൈ എ പോലീസ്മാൻ ഫ്രം എ ഡിസ്റ്റൻസ് ഓഫ് 150 മീറ്റർ. ആ പോലീസ്മാൻ കണ്ടപ്പോൾ തൊട്ട് തന്നെ തീഫ് ഓടാൻ തുടങ്ങി. ഓടിയ സ്പീഡ് എത്രയാണ്? 11 km/h തീഫ് ഓടിയത്. അതിന് പുറകെ 12 km/h പോലീസ്മാൻ ഓടി. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം ആഫ്റ്റർ 6 minutes എന്നാണ് ചോദിച്ചേക്കുന്നത്. നമ്മളിവിടെ ഉപയോഗിക്കുന്ന ബേസിക് ഇക്വേഷൻ സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈമാണ്. നമ്മളിവിടെ ചോദിച്ചേക്കുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം ആഫ്റ്റർ 6 minutes. അപ്പം സ്പീഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? രണ്ടുപേരും സെയിം ഡയറക്ഷനിലാണ് ഓടുന്നത്. അപ്പം റിലേറ്റീവ് സ്പീഡ് എടുക്കുമ്പോൾ 12 - 11 1 km/h. അതായത് ഡിസ്റ്റൻസ് കാണാൻ
സ്പീഡ് ഇൻറ്റു ടൈം ചെയ്താൽ മതി. സ്പീഡ് എന്താണ് 1 km/h ആണ്. ടൈം എത്രയാണ് ഇൻറ്റു 6 minutes ആണ്. ഇവിടെ എന്താണ് യൂണിറ്റ് വ്യത്യാസമുണ്ട്. അവിടെ km/h ഇവിടെ മിനിറ്റുമാണ്. നമുക്ക് വേണ്ട എന്താ m/s. അപ്പം 1 km/h m/s അങ്ങനെ എന്ത് ചെയ്യണം 5/18 ഇൻറ്റു 6 minutesനെ നമുക്ക് എന്താണ് സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പം 6 ഇൻറ്റു 60 ചെയ്യണം. ഇവിടെ രണ്ടിടത്തും 3 കൊണ്ട് വെട്ടുമ്പോൾ എത്രയാണ് 6 3s are 18 വരും. ഇവിടെ ബാക്കി 10 വരും. 3 6 വെട്ടുമ്പോൾ എത്രയാണ് 2 വരും. ഇവിടെ ചെയ്യുമ്പോൾ ആൻസർ എത്ര കിട്ടുന്നത് 100 മീറ്ററാണ് കിട്ടുന്നത്. പക്ഷേ ഇവിടെ കിട്ടി 100 മീറ്റർ എന്ന് പറയുന്നത് എന്താ, ഇത് അവർ രണ്ടുപേരും കൂടെ കവർ ചെയ്യുന്ന ഡിസ്റ്റൻസാണ്. അവർക്ക് ഇടയിലുള്ള എത്ര മീറ്ററാണ് 150 മീറ്ററാണ്. അവർ രണ്ടുപേരും കൂടെ കവർ ചെയ്യുന്ന എത്രയാണ് 100 മീറ്ററാണ്. അപ്പം അവർ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ് 50 മീറ്ററാണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ 3. പറ്റുന്ന അവർക്ക് എന്താണെന്ന് വെച്ചാൽ ഈ 100 മീറ്റർ ആൻസറായിട്ട് പോയി എഴുതിയിരിക്കും. പക്ഷേ അതെന്താ തെറ്റാണ്. അത് ചെയ്താൽ ഉറപ്പായിട്ട് മാർക്ക് പോകും. 100 മീറ്റർ അവർ രണ്ടുപേരും കൂടെ കവർ ചെയ്യുന്ന ഡിസ്റ്റൻസാണ് ഓർത്തിരിക്കുന്നത് എപ്പോഴും. അതായത് വരച്ച് കാണിക്കാം. ഇത് മൊത്തം അവരോടിയ ഡിസ്റ്റൻസ്, ഇത് പോലീസ്മാൻ, ഇത് തീഫ്. ഇത് അവർക്കിടയിലുള്ള 150 മീറ്റർ. ഇനി തീഫ് എന്താണ്, തീഫ് 6 മിനിറ്റ് കൊണ്ട് ഓടി ഇവിടെ എത്തും. അതേസമയം പോലീസ്മാൻ ഓടി ഇവിടെ എത്തും. മീറ്റർ എന്ന് പറയുന്നത് ഈ ഒരു ഡിസ്റ്റൻസും കൂടെ കൂട്ടുന്നതാണ് 100 മീറ്റർ എന്ന് പറഞ്ഞാൽ. നമ്മോട് ചോദിച്ചേക്കുന്നത് ഈ ഒരു ഡിസ്റ്റൻസ് എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അതിനുവേണ്ടി എന്താ ആദ്യം ഇവർക്കിടയിലുണ്ടായിരുന്ന ഡിസ്റ്റൻസ് 150 മീറ്ററിൽ നിന്ന് ഇവർ പുതിയതായിട്ട് കവർ ചെയ്ത ഡിസ്റ്റൻസ് മൈനസ് ചെയ്താൽ മതി. അപ്പോൾ 50 കിട്ടും. ആദ്യം കാണുമ്പോൾ ചിലപ്പോൾ മനസ്സിലാവില്ല. പക്ഷേ എന്താ ഒന്നുകൂടെ പുറകോട്ട് എടുത്ത് വെച്ച് കണ്ടാൽ മതി, അപ്പം മനസ്സിലാവും. അപ്പോൾ ഇതിലെന്താ പറഞ്ഞേക്കുന്നത്, ഈ പുള്ളി 2 ബൈക്ക് സോൾഡ് ചെയ്തു. ഒരെണ്ണത്തിന് 42,188 വെച്ച്. ഒരെണ്ണത്തിൽ 20% ലോസ് ഉണ്ടായി, മറ്റേത് 20%, ഒന്നിൽ 20% ലാഭം ഉണ്ടായി, മറ്റേത് 20% ലോസ് ഉണ്ടായി. അങ്ങനെയാണെങ്കിൽ മൊത്തത്തിലുള്ള ഓവറോൾ പ്രോഫിറ്റ് ഓർ ലോസ് എത്രയാണെന്ന് ചോദിച്ചത്. അപ്പോൾ ഒരു സാധനം സെയിം സെല്ലിംഗ് പ്രൈസിൽ ഒരെണ്ണം പ്രോഫിറ്റിലും ഒരെണ്ണം ലോസിലും നിൽക്കുമ്പം ഉള്ള ഇക്വേഷൻ ഉണ്ട്. 200 ഇൻറ്റു എക്സ് പ്ലസ് വൈ പ്ലസ് 2xy ബൈ 200 പ്ലസ് എക്സ് പ്ലസ് വൈ ആണ്. ഇവിടെ എക്സും വൈയും എന്താ പ്രോഫിറ്റും ലോസും ആണ്. അപ്പോൾ എക്സ് 20 വൈ -20 ഈ ഇക്വേഷന് കൊടുത്താൽ മതി. അതായത് 200 ഇൻറ്റു എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് എത്രയാണ് 20 പ്ലസ് -20 ചെയ്യുമ്പോൾ 0 വരും. പ്ലസ് 2xy എന്ന് പറയുന്നത് 2 ഇൻറ്റു 20 ഇൻറ്റു 20 വരും. 20 മൈനസ് ആയതുകൊണ്ട് ഇത് ഫുള്ള് മൈനസ് ആവും. ഡിവൈഡഡ് ബൈ 200 പ്ലസ് എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ പിന്നെ എന്താണ് 20 പ്ലസ് -20 വരുമ്പോൾ 0 ആവും. ഈ ന്യൂമറേറ്ററിൻ്റെ സ്ഥലത്ത് എന്താ വരുന്നത് -800 എന്ന് വരും. -800 താഴെ എന്താണ് ഈ ആകെയുള്ള 200 അതുപോലെ വരും. 200 വരും. ഇത് രണ്ടും കൂടെ വെട്ടി പോകുമ്പോൾ എത്ര -4 എന്ന് വരും. ഈ മൈനസ് എന്താണ് ലോസിനെ സൂചിപ്പിക്കുന്നത്. 4 എന്ന് പറയുന്നത് ഇക്വലൻ്റ് പെർസെൻറ്റേജ് 4%. അപ്പം ഓപ്ഷൻ 3 4% ലോസ് എന്നാണ് ആൻസർ വരുന്നത്. ഇവിടെ ഒന്നും കൂടി എളുപ്പത്തിൽ പറഞ്ഞാൽ എന്താണ്, ഇവിടെ 20% ഗെയിനും 20% ലോസ് രണ്ടും 20 ആയതുകൊണ്ട് വേറെ എളുപ്പവഴിയുണ്ട്. എന്താണ് a²/100 എന്ന് പറഞ്ഞ ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. എ എന്താണ് 20 എടുത്തോളാം. അപ്പം 20 ഇൻറ്റു -20/100 അപ്പോൾ എത്രയാണ് -400/100 വരും. -4 എന്ന് കിട്ടും. അപ്പം പ്രോഫിറ്റും ലോസും സെയിം എമൗണ്ട് തന്നെയാണെങ്കിൽ ഈ ഇക്വേഷൻ ഉപയോഗിച്ചോളാം. അല്ലാന്നുണ്ടെങ്കിൽ ഇത് പഠിക്കേണ്ടി വരും. ഇപ്പോൾ പ്രോഫിറ്റ് 20%, ലോസ് 30% ആണെങ്കിൽ എന്താണ് ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. അങ്ങനെ വരുമ്പം ഇത് ചെയ്യാൻ പറ്റത്തില്ല. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇവിടെ ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്, ആദ്യത്തെ 15 സംഖ്യകളുടെ ആവറേജ് എന്ന് പറഞ്ഞാൽ തന്നേക്കുന്നത് എത്ര 60 തന്നേക്കുന്നത്. പിന്നെ പറഞ്ഞേക്കുന്നത് ഫസ്റ്റ് 8 ഡിജിറ്റ്സിൻ്റെ ആവറേജ് എന്ന് പറഞ്ഞേക്കുന്നത് 58ഉം
അതുപോലെ തന്നെ ലാസ്റ്റ് 6 ഡിജിറ്റിൻ്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ 62. അങ്ങനെയാണ് ദെൻ ഫൈൻഡ് ദ നയൻത്ത് നമ്പർ എത്രയെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇവിടെ എന്താ ഡീവിയേഷൻ എന്ന് പറഞ്ഞ മെത്തേഡ് ഉപയോഗിക്കാം. അപ്പം ആദ്യത്തെ 15 സംഖ്യകളുടെ ആവറേജ് എന്ന് പറഞ്ഞാൽ തന്നേക്കുന്നത് 60. പിന്നെ ആദ്യത്തെ 8 ഡിജിറ്റിൻ്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ തന്നേക്കുന്നത് എത്രയാണ്? 58. അവസാനത്തെ 6 ഡിജിറ്റിൻ്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ തന്നേക്കുന്നത് 62. ഇവിടെ കമ്പയർ ചെയ്യുന്നുണ്ട് 60-ആയിട്ടാണ് കമ്പയർ ചെയ്യുന്നത്, മൊത്തമുള്ള ആവറേജുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. അപ്പം മൊത്തമുള്ള ആവറേജുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ആദ്യത്തെ 8 ഡിജിറ്റിൻ്റെ ആവറേജ് എത്ര വ്യത്യാസം വന്നേക്കുന്നത്? 2 വ്യത്യാസം വന്നേക്കുന്നത്. വെറും 2 അല്ല, -2 വ്യത്യാസം വന്നേക്കുന്നത്. -2 8 പേര് വ്യത്യാസം, 8 പേരിലാണ് -2 വ്യത്യാസം വന്നേക്കുന്നത്. അപ്പോൾ ഇൻറ്റു 8 ചെയ്യുമ്പം -16 മൊത്തം സമ്മിൽ വ്യത്യാസം വന്നേക്കുന്നത്. ഇവിടെ ആദ്യത്തെ 8 സംഖ്യകൾ നോക്കും, രണ്ടാമത്തെ 6 സംഖ്യകൾ നോക്കും, എന്താ വ്യത്യാസം വന്നേക്കുന്നത്? രണ്ടാമത്തെ 6 സംഖ്യകളിൽ അവസാനത്തെ 6 സംഖ്യകളിൽ വ്യത്യാസം വന്നേക്കുന്നത് മൊത്തം ആവറേജുമായിട്ട് കൺസിഡർ ചെയ്യുമ്പം എത്രയാണ്? 2 വ്യത്യാസം വന്നേക്കുന്നത്, +2 വ്യത്യാസം വന്നേക്കുന്നത്. അപ്പോൾ ഇൻറ്റു മൊത്തം 6 പേരിലാണ് വ്യത്യാസം വന്നേക്കുന്നത്, ഇൻറ്റു 6 ചെയ്യുമ്പം എത്രയാണ്? +12 ഡീവിയേഷൻ വരും, സമ്മിൽ വ്യത്യാസം വരും. ഇനി നമുക്ക് എന്താ, ഈ ഡീവിയേഷൻ 0 ആയിരിക്കണം. 0 ആയെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുക, ആവറേജ് 60 ആവത്തുള്ളൂ. ഇവിടെ നെറ്റ് ഡീവിയേഷൻ എന്നുള്ളത് 0 ആവണമെങ്കിൽ എന്താ വേണ്ടത്? ഈ 12 എന്നുള്ള 16 ആവണം. അപ്പം ഇവിടെ നെറ്റ് ഡീവിയേഷൻ എന്നുള്ള +4 വരുന്നത്. ഈ +4 എവിടെയാണ് കൂടി വരുന്നത്? 9ാമത്തെ സംഖ്യയിലാണ് കൂടി വരുന്നത്. കാരണം ആദ്യത്തെ 8 സംഖ്യയുടെ ആവറേജിൽ 16 കുറവും അവസാനത്തെ 6 സംഖ്യകളിൽ ആവറേജിൽ 12 കൂടുതലുമാണ്. അപ്പോൾ ഈ നെറ്റ് ആവറേജ് കോമ്പൻസേറ്റ് ചെയ്യാൻ +4 കൂടി വരുന്നത് എവിടെയാണ്? ഇതിലൊന്നും പെടാത്ത നടുക്ക് കിടക്കുന്ന 9ാമത്തെ ഐറ്റത്തിലാണ്. അപ്പോൾ 9ാമത്തെ ഐറ്റം കിട്ടണമെങ്കിൽ എന്താ, മൊത്തമുള്ള ആവറേജ് +4 ചെയ്താൽ മതി. 64 കറക്റ്റ് ആൻസർ വരുന്നത്. ഓപ്ഷൻ 3. 9ാമത്തെ ഐറ്റം എന്തുകൊണ്ടാണ് ഞാൻ 60 എടുത്തതെന്ന് വെച്ചാൽ മൊത്തം ഐറ്റത്തിൻ്റെ ആവറേജ് 60 വന്നിട്ടുണ്ട്. മൊത്തം ഐറ്റത്തിൻ്റെ, അതായത് 15 ഐറ്റത്തിൻ്റെ ആവറേജ് 60 വന്നിട്ടുണ്ട്. അപ്പോൾ അതിനർത്ഥം എന്താ, 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 എല്ലാം എന്താണ് 60 60 60 60 60 എന്നാണ് അർത്ഥം. 15 ഐറ്റത്തിൻ്റെ ആവറേജ്. 9ാമത്തെ ഐറ്റം വരുമ്പോൾ ഇതിൻ്റെ ആവറേജ് എന്താണ്? 60. 60ൻ്റെ കൂടെ ഈ 4 കൂട്ടി കഴിയുമ്പോഴാണ് എന്ത്, 64 കിട്ടുന്നത്. അപ്പോൾ 6ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ നമ്മളോട് ചോദിച്ചേക്കുന്നത് LCM ഓഫ് 6ഉം 110 ചോദിച്ചേക്കുന്നത്. ഇങ്ങനെ കണ്ടുപിടിക്കുന്നത് ഓപ്ഷനിൽ നമുക്ക് പോവാം. അതായത് ഈ ഓപ്ഷനിൽ ഇത് രണ്ടും കൊണ്ടും ഡിവൈഡ് ആവുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏതെന്ന് നോക്കാം. 440 ഡിവൈഡ് ആവുമോ? 6 കൊണ്ട് ഡിവൈഡ് ആവില്ല. അതുപോലെ 300 എന്താണ്, 6 കൊണ്ട് ഡിവൈഡ് ആവും, പക്ഷേ എന്താ 11 കൊണ്ട് ഡിവൈഡ് ആവത്തില്ല. ഇവിടെ ഇനി 330 660 എന്താണ്, ഇത് രണ്ടും കൊണ്ടും ഡിവൈഡ് ആവും. 330 ഡിവൈഡ് ബൈ 6 ചെയ്യുമ്പം 330 ഡിവൈഡ് ബൈ 6 ചെയ്യുമ്പം 55ഉം 330 ഡിവൈഡ് ബൈ 11 ചെയ്യുമ്പോൾ 30 വരും. 660ൻ്റെ കേസും ഇത് തന്നെയാണ്. 6 കൊണ്ടും 110 കൊണ്ടും പൂർണ്ണമായിട്ട് ഡിവൈഡ് ആവും. പക്ഷെ നമ്മളിവിടെ ചോദിച്ചിരിക്കുന്നത് LCM ചോദിച്ചേക്കുന്നത്. ഇതെന്താ, ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. ലീസ്റ്റ് ഉണ്ട് ഇവിടെ. അപ്പോൾ ഏറ്റവും ചെറുത് വേണം എടുക്കാൻ. ഏറ്റവും ചെറുത് ഏതാണ്? 330 ഏറ്റവും ചെറുത്. അതാണ് കറക്റ്റ് ആൻസർ വരുന്നത്. 660 വരത്തില്ല. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചേക്കുന്നത്? സർഫസ് ഏരിയ ഓഫ് എ സ്പിയറാണ് ചോദിച്ചേക്കുന്നത്. ഡയമീറ്റർ 21 സെൻറ്റിമീറ്റർ. സർഫസ് ഏരിയ ഓഫ് എ സ്പിയറിൻ്റെ ഇക്വേഷൻ എന്താ? 4πr² ആണ്. 4 × π എന്നുള്ളതിന് എന്താണ് 22/7 ഇട്ട് കൊടുത്തോളുക. 22/7 × 21 × 21. 21 അല്ല വരുന്നത്, 21/2 വരുന്നത്. കാരണം എന്താ, 21 എന്ന് പറഞ്ഞാൽ ഡയമീറ്ററാണ് തന്നേക്കുന്നത്. ഇവിടെ ഇത് വെട്ടിപ്പോകുമ്പോൾ എന്താ, 2 × 2 ഈ 4ഉം വെട്ടിപ്പോയി, 7 × 3 ഈ 21 ആവും. ബാക്കി എന്താ, 22 × 3 × 21 വരും. യൂണിറ്റ് ഡിജിറ്റ് നോക്കുമ്പോൾ 3 × 2 6 വരും. 6 × 1 യൂണിറ്റ് ഡിജിറ്റ് എന്താ, 6 ആണ് വരുന്നത്. അപ്പം യൂണിറ്റ് ഡിജിറ്റ് 6 വരുന്നത് ഒറ്റ ഓപ്ഷനോടും, ഓപ്ഷൻ 2. അതാണ് കറക്റ്റ് ആൻസർ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എടുത്ത് ചെയ്യാം.
നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പം 5 വാങ്ങുമ്പോൾ 3 ഫ്രീ ആയിട്ട് കിട്ടും. കടക്കാരനെ സംബന്ധിച്ച് 5 3 8 സംഭവം അയാളുടെ കയ്യിൽ നിന്ന് പോകും. എത്രയാണ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്? 3/8 ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് വരുന്നത്. ഇൻറ്റു 100 ചെയ്യുമ്പം ആൻസറായി. 3/8 പെർസെൻറ്റേജ് ടേബിളിൽ വാല്യൂ എത്രയാണ്? 37.5% ഫോർത്ത് ഓപ്ഷൻ. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഈ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? അതായത് ഈ പുള്ളി ഒരു കാർ വാങ്ങണം. എപ്പോഴാണ്? 2 വർഷം കഴിഞ്ഞ് വാങ്ങിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ ഇപ്പം എത്രയോ രൂപ അങ്ങനെ ബാങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ടുണ്ടാവും. അത് 8% വെച്ച് പലിശ കിട്ടും. കോമ്പൗണ്ടഡ് ആനുവലി ആണ്. അങ്ങനെ എത്ര രൂപ ഇപ്പോൾ ഇട്ടാൽ 2 വർഷത്തിന് ശേഷം 8 ലക്ഷം രൂപ കിട്ടുള്ളൂ എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ 8% നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുന്നത്? 8/100 എന്ന് എഴുതാൻ പറ്റും. രണ്ട് സൈഡിലും വെട്ടിക്കളയുമ്പോൾ എത്ര? 4/50 2/25 എന്ന് വരും. ആദ്യത്തെ വർഷം എന്താ? 25 എന്നുള്ളത് 27 ആവും. ഇതെന്താ? ഇത് പ്രിൻസിപ്പിൾ, ഇത് എമൗണ്ട്. ഫസ്റ്റ് ഇയർ ആകുമ്പോൾ ഇവരുടെ റേഷ്യോ ഇങ്ങനെയായിരിക്കും. സെക്കൻഡ് ഇയർ ആകുമ്പം പ്രിൻസിപ്പളുടെ എമൗണ്ടിൻ്റെ റേഷ്യോ എന്താവും? സ്ക്വയർ ആവും. 25 സ്ക്വയർ ഈസ്റ്റ് 27 സ്ക്വയർ. 27 സ്ക്വയറിൻ്റെ കാര്യം നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 8 ലക്ഷം എന്ന് തന്നിട്ടുണ്ട്. അതാണ് 25 സ്ക്വയറിൻ്റെ എത്ര വരുന്നത് നമ്മൾ ചോദിച്ചേക്കുന്നത്. 27ൻ്റെ സ്ക്വയർ എത്ര വരുന്നത്? 727 വരുന്നത്. അയ്യോ, 727 729 വരുന്നത്. നമ്മൾ ഒരു യൂണിറ്റിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ട 8 ലക്ഷം ഡിവൈഡ് ബൈ 729 ചെയ്യണം. അത് 800 എടുത്തോളാം. 800 എടുക്കുമ്പോൾ 729 ഇൻറ്റു 1 ചെയ്യുമ്പോൾ 800 വരും. റിമൈൻഡർ എത്ര? 71 വരും. അപ്പോൾ 710 എടുത്താൽ എന്താണ്? ഒരു പ്രാവശ്യം പോകില്ല. അപ്പോൾ 0 ഇട്ട് കൊടുത്തിട്ട് 1200 എടുത്തോളാം. 1200 7100 എടുത്തോളാം. അപ്പോൾ 729 ഇൻറ്റു 10 ചെയ്യുമ്പം 7200 വരും. നമുക്ക് വേണ്ട എന്താണ്? 7100 മതി. നമുക്ക് മനസ്സിലായി എന്താ? 9 തവണ പോകുള്ളൂ. അപ്പം 729 ഇൻറ്റു 9 ചെയ്യുമ്പോൾ 6561 വരും. അതിൽ നിന്ന് 7100 മൈനസ് ചെയ്യണം. 7100 മൈനസ് ചെയ്യുമ്പോൾ എന്താ വരുന്നത്? 539 എന്ന് വരുന്നത് റിമൈൻഡർ. ബാക്കി എത്ര? 539 ഈ ഒരു 0 കൂടെ കൂട്ടി 5390 ആകണം. 5390ൻ്റെ അടുത്ത് വരുന്ന സംഖ്യ ഏതാ? 729 ഇൻറ്റു 7 ചെയ്യുമ്പം 5103 വരും. അപ്പോൾ 5190 നിന്ന് 5103 മൈനസ് ചെയ്ത് എത്രയാണ്? റിമൈൻഡർ എത്ര? 227 വരും. അപ്പോൾ ഇവിടെ ഒരു 7 വരും. പോയിൻറ്റ്. അപ്പം ഒരു യൂണിറ്റ് വാല്യൂ തൽക്കാലം നമുക്ക് ഇങ്ങനെ എടുക്കാം. ഏകദേശം 1097 എന്ന് വരും. ഇത് ഇൻറ്റു ഇനി 625 ചെയ്യണം. അതാണ് 25ൻ്റെ വാല്യൂ എത്ര? 625 25ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 625. അപ്പം 1097 ഇൻറ്റു 625 ചെയ്യണം. അത് ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നത്? 6,85,625 എന്ന് കിട്ടും. ക്ലോസസ്റ്റ് ഓപ്ഷൻ ഏതാ? 6,85,871 വരുന്നത്. കറക്റ്റ് ആൻസർ അത് തന്നെയാണ്. മൂന്നാമത്തെ ഓപ്ഷനാണ്. എനിക്ക് തോന്നുന്നു സക്സസീവ് ചെയ്യാൻ നേരത്ത് കുറച്ചും കൂടെ എളുപ്പമാകുമെന്ന് തോന്നുന്നു. അറിയില്ല, അത് ചെയ്ത് നോക്കാം. അതായത് 8% എന്ന് പറയുന്നത് എത്രയാണ്? 8% 2 തവണ ചെയ്യുമ്പോൾ 8 + 8 + 8 ഇൻറ്റു 8/100 വരും. അപ്പോൾ എത്രയാണ്? 16.64% ആവും. നമ്മൾ ചോദിച്ചത് 116.64% വാല്യൂ ആണ് 8 ലക്ഷം എന്ന് പറഞ്ഞ് തന്നേക്കുന്നത് അല്ലേ? ഈ 100%ൻ്റെ വാല്യൂ എത്രയാണ് കണ്ടുപിടിച്ചാൽ മതി. ഇത് ചെയ്യാൻ നേരത്തെ എത്ര? 8 ലക്ഷം ഇൻറ്റു 100/116.64 വരും. അപ്പം ഞാനത് താഴത്തെ പോയിൻ്റ് മാറ്റാൻ മുകളിൽ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പം 116 64 ആവും. 116 64 8 കൊണ്ട് വെട്ടുമ്പോൾ എത്രയാണ്? 1458 വരും. ഇവിടെ ഒരു 8 പോയി, മുകളിൽ 1 ലക്ഷം ആയി. 1458 100 2 കൊണ്ട് വെട്ടുമ്പോൾ ഇവിടെ 50 വരും. 58ൻ്റെ പകുതി എടുക്കുമ്പോൾ എത്ര? 729. എന്താ ബാക്കി? 5 ലക്ഷം. മുകളിൽ 5 ലക്ഷം 5 ലക്ഷം ഇൻറ്റു 1000 വരും. 5 ലക്ഷം ഇൻറ്റു 1000
ബൈ 729 വരും. ഇവിടെ പഴയ പ്രശ്നം തന്നെ എൻകൗണ്ടർ ചെയ്യുമല്ലേ. ഇതെന്തായാലും സോൾവ് ചെയ്തെടുക്കുമ്പോൾ എന്താ വരുന്നത്? 6,85,800 സംതിങ് വരും. 71 തന്നെ വരും. ഇതാണ് ആൻസർ വരുന്നത്, ഓപ്ഷൻ 3. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഈ ക്വസ്റ്റ്യൻ നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്? അതായത് നമ്മളോട് ചോദിക്കുന്നത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് 22,500 2 വർഷത്തേക്ക് ആദ്യത്തെ വർഷം 5%, രണ്ടാമത്തെ വർഷം 8% വെച്ച് കോമ്പൗണ്ട് ചെയ്യുമ്പം ഇൻട്രസ്റ്റ് കിട്ടുന്ന എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കിവിടെ സക്സസീവ് ചെയ്യാം. അതായത് 5%, പിന്നെയാണ് 8%. അപ്പോൾ 5 + 8 + 5 × 8/100 വരും. 13 + 8×5 40, 40/100 വരും. അതെത്രയാണ്? 0.4 ആണ്. അപ്പം ഇത് മാറ്റിയിട്ട് 0.4 ആക്കിക്കോളാം. 0.4. അപ്പം മൊത്തം പെർസെൻറ്റേജ് 13.4 ആണ് ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ വരുന്നത്. അപ്പം ഇൻട്രസ്റ്റ് അല്ല ചോദിച്ചേക്കുന്നത്. അപ്പോൾ 22,500 × 13.4/100 ചെയ്തോളാം. 0 വെട്ടിപ്പോയി. പിന്നെ 225 × 13.4 ചെയ്യുമ്പോൾ 225 × 13 ചെയ്യുമ്പോൾ എത്രയാണ്? 2,925 വരും. പുറമേ എന്താണ് 225 × ഒരു 0.4 കൂടെ ആണ്. 0.4 നമ്മൾ 4/10 എന്ന് എഴുതി. രണ്ടിനെ ഞാൻ 5 കൊണ്ട് കിട്ടി. അപ്പം 225/5 ചെയ്യുമ്പോൾ 45. ഇവിടെ 2 അല്ല 5 അല്ല, പിൻ 2 ആട്ടോ. 2 4 കൊണ്ട് വെട്ടിപ്പോയിട്ട് 2 വരും. ഒരു 90 ഒക്കെ കൊടുത്തുള്ളൂ എക്സ്ട്രാ. അപ്പം 2,925 + 90 ചെയ്യുമ്പോൾ എത്ര? 3,015 എന്ന് വരും. ഓപ്ഷൻ ഫസ്റ്റ്. അപ്പം എന്താ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? എ ട്രേഡർ മാർക്ക് ഹിസ് ഗുഡ്സ് അറ്റ് 50% എബവ് ദ കോസ്റ്റ് പ്രൈസ് ആൻഡ് അലൗസ് എ ഡിസ്കൗണ്ട് ഓഫ് 30%. വാട്ട് ഈസ് ഹിസ് ഗെയിൻ പെർസെൻറ്റേജ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 50% നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റുന്നത് 1/2 എന്ന് എഴുതാൻ പറ്റും. 2 ഉണ്ടായിരുന്നത് അയാൾ 1 കൂട്ടി 3, അതായത് കോസ്റ്റ് പ്രൈസ് 2 ആണെങ്കിൽ അയാൾ മാർക്ക് ചെയ്ത് എത്രയാണ്? അയാൾ മാർക്ക് ചെയ്ത് ഈ 1 കൂടെ ചേർത്ത് 3 ആക്കി മാർക്ക് ചെയ്തു. അതായത് 2 രൂപയുടെ സാധനം 3 രൂപയ്ക്ക് അയാൾ മാർക്ക് ചെയ്തു. ഇനി 30% ഡിസ്കൗണ്ട് കൊടുത്തെന്ന് പറഞ്ഞാൽ 30% നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുന്നത്? 30/100. ഇനി 10 എന്നുള്ളത് എന്താണ്? ഇത് മാർക്ക് പ്രൈസ്. എപ്പോഴും മാർക്ക് പ്രൈസിലാണ് ഡിസ്കൗണ്ട് കൊടുക്കുന്നത്. അപ്പം ഇത് മാർക്ക് പ്രൈസാണ്. ഇത് ഡിസ്കൗണ്ട് അലൗഡ് ഇടും. അതായത് 10 രൂപ മാർക്ക് പ്രൈസ് ആണെങ്കിൽ 3 രൂപ ഡിസ്കൗണ്ട് കൊടുത്തു. അപ്പം 10 രൂപ മാർക്ക് പ്രൈസ് ആണെങ്കിൽ 3 രൂപ ഡിസ്കൗണ്ട് കൊടുത്ത് എത്ര രൂപയ്ക്കാണ് വിറ്റത്? 10 × 3 = 7 രൂപയ്ക്കാണ് വിറ്റത്. നമുക്ക് ഇവിടെ ഈ രണ്ട് വാല്യൂ ഉണ്ട് മാർക്ക് പ്രൈസിന്. അത് സെയിം ആക്കണം. അത് സെയിം ആക്കാൻ എന്ത് ചെയ്യണം? ഞാൻ ഇവിടെ എന്താ ഒരു 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഇവിടെ ഒരു 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അതേസമയം ഇവിടെ ഞാൻ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് ഇവിടെ എന്താ സംഭവിച്ചത്? ഇത് രണ്ടും പ്രൊപ്പോർഷനായിട്ട് ഞാൻ ഇവിടെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ട വന്നു. ഇവിടെ ഈ 10 ഞാൻ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് ഈ റേഷ്യോയുടെ ഭാഗമായി 7 എന്താണ് ഞാൻ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ട വന്നു. അപ്പം ഇതെല്ലാം മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ എത്ര? ഇത് 30 വരും, ഇവിടെ 21 വരും, ഇവിടെ എത്ര? 20 വരും. ഇതാണ് എല്ലാം കൂടെ ചേർന്ന റേഷ്യോ വരുന്നത്. വാട്ട് ഈസ് ഹിസ് ഗെയിൻ പെർസെൻറ്റേജ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഗെയിൻ പെർസെൻറ്റേജ് ആണ് എന്താ? 20 രൂപയുടെ സാധനം 21 രൂപയ്ക്ക് വിറ്റു. 1 രൂപ ലാഭം 1/20. 1 രൂപ ലാഭം കിട്ടി. എത്ര? 20 കോസ്റ്റ് പ്രൈസിൽ × 100 ചെയ്യുമ്പോൾ എത്രയാണ്? 1/20യുടെ വാല്യൂ നമുക്ക് എത്രയാണ് അറിയാം? 5%. ഓപ്ഷൻ 4 5% കറക്റ്റ് ആൻസർ വരും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇവിടെ ഈ ക്വസ്റ്റ്യൻ എന്താ? 2a + b / a + 4b എന്ന് പറഞ്ഞാൽ വന്നേക്കുന്നത് എത്രയാണ്? 1 ആണ് വന്നേക്കുന്നത്. അപ്പം നമ്മളിത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 2a + b = a + 4b ആക്കുക. a എല്ലാം ഒരു സൈഡിലേക്ക് കൊണ്ടുവരിക. 2a - a എന്ന് പറയുന്നത് = 4b - b വരും. 2a - a എന്ന് പറയുന്നത് എത്ര? a = 4b - b എന്ന് പറയുന്നത് എത്രയാണ്? 3b വരും. അപ്പോൾ a/b എന്ന് പറയുന്നത് എത്രയാണ്? 3/1 ആണ് വരുന്നത്. ഇതിനർത്ഥം എന്താ? എയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 3ഉം ബിയുടെ വാല്യൂ എന്ന് പറയുന്നത് 1ഉം. അപ്പം നമ്മളോട് ചോദിച്ചേക്കുന്നത് a + b / a - bയുടെ വാല്യൂ ചോദിച്ചേക്കുന്നത്. അപ്പം എക്കും ബിക്കും ആ വാല്യൂ ഇട്ട് കൊടുത്തോളാം.
എക്ക് 3, ബിക്ക് 1. 3 + 1/3 -1 വരും. എത്രയാണ്? 4/2, അതായത് 2. ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ. ഇവിടെ ഈ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് 30% ഓഫ് ദ മെൻസ് ആർ ഓവർ 25 വയസ്സിന് മുകളിലാണ്. അടുത്ത് പറഞ്ഞിരിക്കുന്നത് 80% ആർ അണ്ടർ ഓർ ഈക്വൽ ടു 50 years ഓഫ് ഏജ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ മൊത്തം മെന്നിൻ്റെ 20% ആൾക്കാർ ഫുട്ബോൾ കളിക്കുന്ന ആൾക്കാരാണ്. പിന്നെ അടുത്തൊരു കണ്ടീഷൻ പോലെ തന്നിരിക്കുന്നത് ഇഫ് 20% ഓഫ് ദ മെൻ ഓവർ ഏജ് 50 പ്ലേ ഫുട്ബോൾ. അങ്ങനെയാണെങ്കിൽ വാട്ട് പെർസെൻറ്റേജ് ഓഫ് ദ ഫുട്ബോൾ പ്ലേയേഴ്സ് ആർ അണ്ടർ ഓർ ഈക്വൽ ടു 50 years ഓഫ് ഏജ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കിവിടെ ടോട്ടൽ മെൻ എന്നുള്ളത് 100 എടുത്തോളാം. ഈ 100 25 വയസ്സിന് മുകളിലുള്ളവരുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? 30%. അതായത് 25 വയസ്സിന് മുകളിലുള്ളവരെന്ന് പറയുന്നത് 30 പേരാണ്. അതേസമയം 50 വയസ്സിന് താഴെ ഉള്ളവരെന്ന് പറയുന്നത് എത്രയാണ്? അത് 80 പേരാണ്. എനിക്ക് ഇതിന് ഇങ്ങനെ എഴുതിക്കൂടെ? അതായത് ഇത് 50 വയസ്സാണെങ്കിൽ 50 വയസ്സിന് മുകളിലുള്ളവരും 50 വയസ്സിന് താഴെയുള്ളവരും ഒക്കെ എടുക്കാൻ മേലെ. അതായത് മൊത്തം മെയിൽസിൽ 50 വയസ്സിന് താഴെയുള്ളവരെ 80 എടുക്കാൻ മേലെ. 50 വയസ്സിന് താഴെയുള്ളവർ. അതേസമയം ഇവിടെ 50 വയസ്സിന് മുകളിലുള്ളവർ എത്ര? 20 പേര്. അപ്പോൾ 50 വയസ്സിന് മുകളിലുള്ളവർ പുരുഷന്മാരിൽ 20 പേരാണുള്ളത്. ആ 20 പേരിൽ 20% ഫുട്ബോൾ കളിക്കുന്നത്. അപ്പോൾ 20 × 20 അപ്പോൾ 100 ചെയ്യുമ്പോൾ എത്രയാണ്? 4 കിട്ടും. 4 പേരേ ഉള്ളൂ 50 വയസ്സിന് മുകളിൽ ഫുട്ബോൾ കളിക്കുന്ന പുരുഷന്മാരുള്ളൂ. ഇനി അടുത്ത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഫുട്ബോൾ ഈസ് പ്ലേഡ് ബൈ 20% ഓഫ് ദ മെൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പം 100 പേരിൽ മൊത്തം 100 പേരാണ് നമ്മൾ എറിഞ്ഞു. അപ്പം അതിനകത്ത് 20 പേര് ഫുട്ബോൾ കളിക്കുന്ന ആൾക്കാരാണ്. ആ 20 പേരിൽ 4 പേരും 50 വയസ്സിന് മുകളിലുള്ളവരാണ്. അപ്പോൾ 50 വയസ്സിന് താഴെയുള്ളവർ എത്ര? 20 - 4 ചെയ്യുമ്പം 16 പേരാണ് ഫുട്ബോൾ കളിക്കുന്നവരിൽ 50 വയസ്സിന് താഴെയുള്ള ആൾക്കാർ. കുറച്ചുകൂടെ സിമ്പിളായിട്ട് കാണിച്ചു തരാം. അതായത് മൊത്തം 100 മെയിൽസ് ഉണ്ട്. അതിൽ 20 പേരും ഫുട്ബോൾ കളിക്കുന്നവരാണ്. അതേസമയം ഈ 100 പേരിൽ 25 വയസ്സിന് മുകളിലുള്ളവരുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? 30. 50 ആൾക്കാർ, 50 ആൾക്കാരല്ല, 50 വയസ്സിന് മേലെയുള്ളവരെന്ന് പറഞ്ഞാൽ എത്രയാണ്? 50 വയസ്സിന് താഴെയുള്ളവരെന്ന് പറഞ്ഞാൽ എത്രയാണ്? 50 വയസ്സിന് താഴെയുള്ളവരെന്ന് പറഞ്ഞാൽ 80 പേരും 50 വയസ്സിന് മുകളിലുള്ളവരെന്ന് പറഞ്ഞാൽ 20 പേരുമാണ്. ഇനി ഈ 20 പേരിനകത്ത് ഉള്ള കാര്യമാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. ഈ 20 പേരിൽ 20% ആൾക്കാർ 50 വയസ്സിന് മുകളിലുള്ളവരെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ 20ൻ്റെ 20% എടുക്കുമ്പോൾ എത്രയാണ് വന്നേ? 4 വരും. അതായത് 4 പേര് 50 വയസ്സിന് മുകളിലുള്ളവരാണ്. അപ്പോൾ ബാക്കി 16 പേര് 50 വയസ്സിന് താഴെയുള്ളവരാണെന്ന് മനസ്സിലായില്ലേ? നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഫുട്ബോൾ കളിക്കുന്നവരിൽ 50 വയസ്സിന് താഴെയുള്ളവരുടെ ശതമാനം എത്രയാണെന്ന് തോന്നിയിരിക്കുന്നത്. അപ്പം മൊത്തം ഫുട്ബോൾ കളിക്കുന്ന ആൾക്കാരുടെ എണ്ണം എന്ന് പറയുന്നത് 20. അതിനകത്ത് 50 വയസ്സിന് താഴെയുള്ളവരെന്ന് പറഞ്ഞാൽ 16. 16/20 × 100 ചെയ്താൽ മതി. ഇവിടെ 0 വെട്ടിപ്പോയി. 160/2 ചെയ്യുമ്പോൾ എത്രയായി? 80% കിട്ടും. ഓപ്ഷനിൽ 80 ഉണ്ടോ നമുക്ക് നോക്കാം. ഓപ്ഷൻ 2 അതാണ് 80 കറക്റ്റ് ആൻസർ വരുന്നത്. ഈ ക്വസ്റ്റ്യൻ മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് കണ്ടു നോക്കുക. ഒന്നാമത്തെ കാര്യം, ഈ ക്വസ്റ്റ്യനിൽ കുറേ ആവശ്യമില്ലാത്ത ഡേറ്റ തന്നിട്ടുണ്ട്. അതൊന്നും വേണ്ടാത്ത കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി തരുന്ന ഡേറ്റയത്. ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? അതായത് 18 വർക്കേഴ്സ് ക്യാൻ ലേ എ റോഡ് ഇൻ 15 hours. ദെൻ ഹൗ മെനി മോർ വർക്കേഴ്സ് ആർ റിക്വയർഡ് ടു ലേ ദ സെയിം റോഡ് ഇൻ 9 hours എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ടോട്ടൽ വർക്ക് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 15 ക്വസ്റ്റ്യൻ നമ്പർ ആണല്ലോ അല്ലേ? 18 × 15 ടോട്ടൽ വർക്ക് വരുന്നത്. 18 പണിക്കാർ 15 മണിക്കൂർ കൊണ്ട്
ചെയ്യേണ്ട ജോലി 9 മണിക്കൂർ കൊണ്ട് എത്ര പേര് ചെയ്യണമെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇവിടെ അപ്പം എക്സ് എന്ന് എടുത്തോളുക. അപ്പം 9 18 വെട്ടിപ്പോയി 1 2. എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 15 × 2 30 എന്ന് കിട്ടും. ഇനി എത്ര കൂടുതൽ വർക്കേഴ്സ് വേണമെന്നാണ് ചോദിച്ചത്. നമുക്ക് ഓൾറെഡി ഇവിടെ 18 വർക്കേഴ്സ് ഉണ്ട്. 9 മണിക്കൂർ കൊണ്ട് ചെയ്യണമെങ്കിൽ 30 വർക്കേഴ്സ് വേണം. ഓൾറെഡി ഇവിടെ 18 വർക്കേഴ്സ് ഉണ്ട്. അപ്പോൾ 30 - 18 ചെയ്യുമ്പോൾ 12 വർക്കേഴ്സ് കൂടുതൽ വേണം. ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഈ ക്വസ്റ്റ്യന് ചോദിച്ചിരിക്കുന്നത് എന്താ? ഒരു ബാറ്റ്സ്മാൻ അയാളുടെ 13ാമത്തെ ഇന്നിങ്സിൽ 85 റൺസ് സ്കോർ ചെയ്തു. അത് ചെയ്തപ്പം പുള്ളിയുടെ ആവറേജിന് എന്ത് സംഭവിച്ചു? 5 റൺസായിട്ട് കൂടി. അങ്ങനെയാണ് വാട്ട് ഈസ് ദ ആവറേജ് ആഫ്റ്റർ 13th ഇന്നിങ്സ് എന്നായി വെച്ചേക്കുന്നത്. അതായത് 12ാമത്തെ ഇന്നിങ്സ് വരെയുള്ള ആവറേജ് നമുക്കറിയത്തില്ല, എക്സ് നിർത്തോ. 13ാമത്തെ ഇന്നിങ്സിൽ അയാൾ എത്ര 85 റൺസ് അടിച്ചു. ആ 85 റൺസ് അടിച്ചതുകൊണ്ട് എന്താണ്? അവരുടെ ആവറേജ് 5 റൺസായിട്ട് കൂടി. ഇവിടെ മൊത്തം 13 ഒബ്സർവേഷൻ നമ്മൾ എടുക്കാം. 1 2 3 4 5 6 7 8 9 10 11 12 13 ഉണ്ടെന്ന് വെച്ചാൽ ഈ 13ാമത്തെ ഒബ്സർവേഷൻ 85 റൺസ് ഉണ്ട്. ഈ 85 എടുത്തുകൊണ്ട് ബാക്കി ഈ 12 എണ്ണത്തിൽ 5 റൺസ് വെച്ച് ആവറേജ് കൂടി. ഈ 5 റൺസ് ഈ 12 എണ്ണം കൂടെ 12 പേരും കൂടെ എടുക്കുക. അപ്പോൾ 12 × 5 ഡിവൈഡ് ചെയ്തെടുക്കുക. 12 × 5 വരുമ്പം 60 വരും. ഈ 60 റൺസാണ് മൊത്തം സമ്മിൽ വ്യത്യാസം വന്നിരിക്കുന്നത്. 13ാമത്തെ ഇന്നിങ്സിന് ശേഷമുള്ള ആവറേജ് കിട്ടണമെങ്കിൽ എന്താ? ഈ 85 ഈ 60 അങ്ങ് കുറച്ചാൽ മതി. അപ്പോൾ എത്ര? 25 കിട്ടും. 25 ഇപ്പോൾ ഏറ്റവും പുതിയ ആവറേജ്. 13 ഇന്നിങ്സിന് ശേഷമുള്ള ആവറേജ് വരുന്നത് ഓപ്ഷൻ 2. ഇയാളുടെ ഈ 85 എടുക്കുന്നതിന് മുമ്പ്, അതായത് 12 ഇന്നിങ്സ് വരെയുള്ള ആവറേജ് എത്രയായിരുന്നു? 20 ആയിരുന്നു. അതല്ല ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് നമ്മളോട് 13ാമത്തെ ഇന്നിങ്സിന് ശേഷമുള്ള ആവറേജ് ചോദിച്ചേക്കുന്നു. അപ്പം ആൻസർ 25 തന്നെ വരുന്നത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ചോദിച്ചേക്കുന്നത് സർക്കുലർ റേസാണ്. 2700 മീറ്ററാണ് മൊത്തം ഡിസ്റ്റൻസ്. അതിനകത്ത് പിയും ക്യൂവും റേസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. രണ്ടുപേരും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഓടുന്നത്. ഒരാളുടെ സ്പീഡ് എന്ന് പറയുന്നത് എത്രയാണ്? 23 km/h, മറ്റേ 49 km/h. അങ്ങനെയാണ് വാട്ട് ഈസ് ദ ടൈം ടേക്കൺ ബൈ ദം ടു മീറ്റ് ഫോർ ദ ഫസ്റ്റ് ടൈം എന്ന് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ്? 2700 മീറ്ററാണ്. അത് ഡിവൈഡഡ് ബൈ റിലേറ്റീവ് സ്പീഡ് എടുക്കണം. റിലേറ്റീവ് സ്പീഡ് എത്രയാണ്? 23 + 49. അതെന്താണ് 23 + 49 വരുന്നത്? ഇവർ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഓടുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ എടുക്കുന്ന പോലെ തന്നെ 23 + 49 കൂട്ടിയെടുക്കുക. അപ്പോൾ അത് രണ്ടും കൂടെ കൂട്ടുമ്പം എത്രയാണ് വരുന്നത്? 72 എന്ന് വരും. 72 എന്താ? km/h. അത് നമ്മൾ m/s കേൾക്കണം. 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 72/18 ചെയ്യുമ്പോൾ എന്താ? 4 വരുന്നത്. അപ്പം 2700/20 വരും. 270ൻ്റെ പകുതി എടുക്കുമ്പോൾ 135 സെക്കൻഡ് എന്ന് വരും. ഇതാണ് ആൻസർ, ഫസ്റ്റ് ഓപ്ഷൻ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? 20 men can earn 520 in 6 days. In how many money will 18 men will earn 10 days എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പം 20 × 6/520 എന്ന് പറയുന്നത് ഈക്വൽ ടു എന്താ വരുന്നത്? 18 × 10/x എന്ന് എടുത്തോളൂ. ഇവിടെ 6ഉം 18ഉം വെട്ടിപ്പോവും. ഇവിടെ 3 വരും. ഇവിടെ ഈ 0 വെട്ടിപ്പോവും. ഈ 2 520 നമ്മൾ വെട്ടുമ്പോൾ 260 വരും. x ഈസ് ഈക്വൽ ടു എന്താണ്? ഈ 260 ഇവിടെ പോയി മൾട്ടിപ്ലൈ ആവും. 260 × 3 വരും. ആൻസർ 780 ആണ് വരുന്നത്. ഓപ്ഷൻ ഫസ്റ്റ്. ഇവിടെ നമ്മൾ ഉപയോഗിച്ച ഇക്വേഷൻ എന്താണ്? m1 × d1/work1 ഈക്വൽ ടു എന്താണ്? m2 × d2 × work2. വർക്ക് എന്താണ്? വർക്ക് നമ്മൾ പൈസയായിട്ട് എഴുതുക. സാധാരണ ഇവിടെ ഈ പൈസയ്ക്ക് പകരം സാധാരണ
എത്ര വർക്ക് യൂണിറ്റ് ഓഫ് വർക്ക് ചെയ്തെന്നാണ് പറയാറ്. അതായത് 6 മനുഷ്യർ 12 ദിവസം കൊണ്ട് ചിലപ്പം 24 യൂണിറ്റ് ഓഫ് വർക്ക് ചെയ്തെന്നാണ് തരാറ്. അങ്ങനെയാണെങ്കിൽ ചിലപ്പം ഇവിടെ എത്ര മനുഷ്യർ 8 ദിവസം കൊണ്ട് 24 യൂണിറ്റ് തന്നെ ചെയ്യാൻ എത്ര സമയം എടുക്കുന്നതാണ് നമ്മളോട് സാധാരണ ചോദിക്കാറ്. അപ്പം നമ്മളിവിടെ വർക്കിന് എന്താണ് മണിയായിട്ട് എടുത്തു. ഈ ഇക്വേഷൻ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇവിടെ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് എന്താ? വാട്ട് ഈസ് ദ ചേഞ്ച് ഇൻ ദ കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് എ സിലിണ്ടർ വെൻ വി ഡബിൾ ദ റേഡിയസ് ആൻഡ് ഹാഫ് ദ ഹൈറ്റ് എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് എ സിലിണ്ടർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2πr h ആണ്. നമുക്ക് ഇനിഷ്യൽ ഫൈനലിൽ നിന്ന് എടുക്കാം. അപ്പോൾ ഫസ്റ്റ് എന്താണ് 2πrh ആണ് ഉണ്ടായത്. അപ്പം ഇത്ര ഏരിയ ഇനിഷ്യൽ ഉണ്ടായിരുന്നു. ഇനി ഫൈനലാകുമ്പോൾ 2π അതുപോലെ കാണും. അതുപോലെ റേഡിയസിന് എന്താ സംഭവിക്കുക? ഡബിൾ ആവുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 6 എന്നുള്ളത് 2r ആകും. അതുപോലെ ഹൈറ്റ് എന്നുള്ളത് എന്താണ്? ഹാഫ് ആവുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. h/2 ആകും. ഇതിലെന്താ സംഭവിക്കുക? ഈ 2ഉം 2ഉം വെട്ടിപ്പോയി. ബാക്കിയെല്ലാം ഇതാണ്, സെയിം ആണ്. ഇപ്പം ഈ ഇനിഷ്യലിനെ ഫൈനലിനോട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താണ് 1 തന്നെ വരും. അപ്പം എന്താണ് നോ ചേഞ്ച്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ ഇതെന്താ ലാസ്റ്റ് ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഈ പുള്ളി എന്താ 3 ഷർട്ടിന് 252 രൂപയ്ക്ക് വാങ്ങി. അതിനകത്ത് എന്നിട്ട് 5 ഷർട്ട് 200 രൂപയ്ക്ക് വിറ്റു. അതെങ്ങനെയാണ് 3 വാങ്ങിച്ചിട്ട് 5 വിറ്റെന്ന് എനിക്കറിയത്തില്ല. ക്വസ്റ്റ്യനിൽ തന്നാൽ നമ്മൾ അതുപോലെ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ അതെന്തെങ്കിലും നമുക്ക് കോസ്റ്റ് പ്രൈസ് സെല്ലിംഗ് പ്രൈസ് റേഷ്യോ എടുക്കാം. 3 ഷർട്ടിന് 252 രൂപയാണെങ്കിൽ ഒരു ഷർട്ടിന് എത്ര രൂപയാണ്? ഒരു ഷർട്ടിന് 84 രൂപ വരും. 84 രൂപയാണ് ഒരു ഷർട്ടിന്. വിൽക്കുമ്പോൾ 5 ഷർട്ടിന് 200 രൂപയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു ഷർട്ടിന് എത്രയാണ്? 200/5 ചെയ്യുമ്പോൾ എത്രയാണ്? 40 കിട്ടും. സെല്ലിംഗ് പ്രൈസ് എത്രയാണ്? 40 രൂപയാണ് ഒരു ഷർട്ടിന് അയാൾ വിൽക്കുന്നത്. അപ്പോൾ 2 സൈഡിൽ ഞാൻ 4 കൊണ്ട് കിട്ടുമ്പോൾ എത്രയാണ്? 4/4 ചെയ്യുമ്പോൾ ഇവിടെ 21 വരും. ഇവിടെ എത്രയാണ്? 40/4 ചെയ്യുമ്പോൾ 10 വരും. ഇവിടെ എത്ര രൂപയാണ് ലോസ് വന്നേക്കുന്നത്? 11 രൂപയാണ് ലോസ് വന്നേക്കുന്നത്. എത്രയല്ല? 21 ഇൻറ്റു 100 ചെയ്തോളുക. ഇവിടെ 11ൻ്റെ ഇരട്ടി എടുക്കുമ്പോൾ ഏകദേശം 22 വരും. അപ്പോൾ നമുക്ക് മനസ്സിലായി 5 പോയിൻറ്റ് സംതിങ് ആണ് മനസ്സിലായി. അല്ല 5 പോയിൻറ്റ് അല്ല 50 പോയിൻറ്റ് സംതിങ് ആണ് മനസ്സിലായി. അപ്പോൾ നമ്മൾ ഓപ്ഷനിൽ നോക്കുമ്പോൾ ലോസ് എൻ്റെ 50 പോയിൻറ്റ് അടുത്ത് വരുന്ന ഏതാണ്? ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ. 52.4. ഇത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഈ ഷിഫ്റ്റിലെ മാത്സിൻ്റെ എല്ലാ ക്വസ്റ്റ്യനും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്.